എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കോട്ടുകൾ നമുക്ക് പറയാം. തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോയിൽ ചെറിയ മൈൻഡ് സെറ്റിനെ ഷാർപ്പൻ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ തുടർന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം, ഇപ്പോൾ ഞാനൊരു ഞാൻ ഈ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും എങ്ങനെ കണക്റ്റ് ആക്കാം, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ, ഇതൊക്കെ ഒരു ട്രേഡർ വളരെയധികം ഫോക്കസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ട്രേഡിംഗ് ലൈഫിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട് ലോ ഓഫ് അട്രാക്ഷനും കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും അല്ലെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ ശക്തി അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ അങ്ങനെ ഒരു പുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വക കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്നുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യണം? നമ്മളെന്ത് ചെയ്യും? നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ വിധിയെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ എനിക്കത് വിധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്വയം പഴി ചാരത്തേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് വിജയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മുടെ കഴിവാണ്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി അത് ആരുടെയെങ്കിലും മേത്തത് ചാരി വെക്കാനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ചിന്തിക്കത്തുള്ളൂ. അതായത് എൻ്റെ കുഴപ്പമില്ല, എന്ത് പ്രശ്നങ്ങൾ നമ്മൾ പറ്റിയാലും എത്ര പേര് ശരി അത് എൻ്റെ തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അത് ആരുടെയെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നത്താലാണ് അത് പറ്റിയത്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല എന്ന് തെളിയിക്കാനായിട്ടാണ് നമുക്ക് പിന്നെ ധൃതി. അതാദ്യം മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. എങ്കിൽ മാത്രമാണ് നമുക്ക് ട്രേഡിംഗ് ലൈഫിൽ ഒരു സ്റ്റോപ്പ് ലോസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിന്തകൾ ആദ്യം മാറ്റി വെക്കണം. അപ്പോൾ അതിൽ നമ്മൾ കുറേ നാളുകളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ സന്തുഷ്ടനും, അതായത് ഒരാൾ നല്ല രീതിയിലും മറ്റൊരാൾ ദുഃഖിതനും ആവുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാൾ മാത്രം നന്നായിട്ട് കാശുണ്ടാക്കുന്നു, പിന്നെയും കാശുണ്ടാക്കുന്നു? നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരാൾക്ക് എപ്പോഴും നല്ല പോസിറ്റീവ് എനർജിയും ആത്മവിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വേറൊരാളെന്താ എന്ത് ചെയ്താലും വിശ്വാസമില്ലാത്ത രീതിയിൽ മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരാൾ ആർഭാടമായിട്ട് നല്ല രീതിയിൽ വലിയ വീടൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ സെറ്റപ്പായിട്ട് ജീവിക്കുന്നു. നമ്മൾ വാടക വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരാൾ എന്ത് ചെയ്താലും നല്ല രീതിയിൽ അവൻ തൊട്ടതെല്ലാം പൊന്നാണെന്ന് പറയും. എന്തിൽ അവൻ കൈവച്ചാലും അവൻ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എവിടെ കൈവച്ചാലും അത് അത് തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ വേറൊരു കാര്യം ചിന്തിക്കുമ്പോൾ പറയും, അവൻ എന്ത് പ്രശ്നം വന്നാലും ഒരു കുഴപ്പമില്ല, നമുക്കെപ്പോഴും അസുഖവും ബുദ്ധിമുട്ടും ആശുപത്രി കേസും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കറങ്ങിയടിച്ച് കിടക്കുക എന്നുള്ളൊരു ചിന്ത. പിന്നെ ഡെയിലി അമ്പലത്തിൽ പോകുന്നു, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു, അവൻ്റെ ജീവിതം മെച്ചപ്പെടുന്നില്ല. പക്ഷേ വെറുതെ തിന്മകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ ജീവിതം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറില്ലേ, നല്ലവരെ ദൈവം നേരത്തെ വിളിക്കും, മോശപ്പെട്ട ആളുകളാ ദൈവം പനപോലെ വളർത്തുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഉള്ളിലെ ഓരോ തോന്നലുകളാണ്. പിന്നെ അതേപോലെ തന്നെ കല്യാണം
ചെയ്യാത്ത ആളുകൾ നല്ല രീതിയിൽ നടക്കുന്നു. പക്ഷേ അവൻ എല്ലാവരും കൂടെ പിടിച്ച് കെട്ടിച്ച് അവൻ്റെ ജീവിതം അധോഗതി ചെയ്യുന്നു പറയും. അപ്പോൾ വേറെ ആൾക്ക് എന്താ കല്യാണം കഴിക്കാൻ പേടിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരവുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ പോസിറ്റീവാക്കി എടുക്കാം, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് തുടർന്ന് അങ്ങോട്ടുള്ള ലൈവിൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയതും ഞാൻ മറ്റു സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തതും ബുക്ക് വായനയിലൂടെയും എനിക്ക് ലഭിച്ച കാര്യങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമുക്ക് പോകാം അനലൈസിങ്ങിലേക്ക്. സമയം 9:05 ആയിട്ടുള്ളൂ. മാർക്കറ്റ് ഏകദേശം ന്യൂട്രലാണോ, ഒരു 50 പോയിൻറ്റിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇന്ന് മാർക്കറ്റ്. ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും 50 പോയിൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മൈനസ് ഒരു 10 പോയിൻറ്റിൻ്റെ ഉള്ളിലൊക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടാണ് മെജോറിറ്റി ചാൻസ് കാണുന്നത്. അപ്പോൾ അനലൈസിങ് നേരത്തെ അങ്ങ് തുടങ്ങാം. നല്ല കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. രണ്ടാമത്തെ കേസ് 30 മിനിറ്റിൻ്റെ RSI, 15 മിനിറ്റ്സിൻ്റെ RSI ഓൾറെഡി അപ്പർ സൈഡാണ്. 30 മിനിറ്റിൻ്റെ RSI ഓൾറെഡി അപ്പർ സൈഡാണ്. 1 അവറിൻ്റെ RSI ഓൾറെഡി അപ്പർ സൈഡാണ്. 2 മണിക്കൂറിൻ്റെ RSI അപ്പർ സൈഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിലവിൽ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഇവിടെ നിന്നൊക്കെ ഹൈ വോളിയത്തിലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്, അല്ല സോറി ഇത് സ്ട്രൈക്കാണ്, അത് പിന്നെ എടുക്കാം. നമുക്ക് നോക്കാനായിട്ടുള്ളത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഹൈ വോളിയം മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അത് ഡെയിലി ഉള്ള ലെവൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 1 ഡേയിലൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് 1 ഡേയിൽ നോക്കുമ്പോൾ 25,549 മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് വെച്ചാൽ ആദ്യത്തെ റിജക്ഷൻ പോയിന്റ് 25,800 എന്നുള്ള ഒരു ലെവലുണ്ട്. അപ്രോക്സിമേറ്റ് ലെവലാണ്. 1 ഡേയുടെ ക്യാൻഡിലാണ് നോക്കണം. അപ്പോൾ നല്ല വ്യത്യാസങ്ങൾ വരും. 25,818 ഒരു അപ്പർ ലെവൽ പീക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഒരു സ്പേസ് ഉള്ളത് കണ്ടുപിടിക്കാം. അതാണ് ആദ്യം ചെയ്യാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ 25,685 ആ ലെവലിലൊരു റെസിസ്റ്റൻ്റ് ഉണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മാർക്കറ്റ്, അതായത് കുറച്ചും കൂടെ സ്വസ്ഥമായിട്ട് മാർക്കറ്റിന് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,763 ബേസ്. അതിൻ്റെ ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ 25,671 തൊട്ട് 763 വരെ ഒരു സ്പേസാണ് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. അവിടെ ഏത് രീതിയിൽ അതെങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കാരണം വോളിയൊക്കെ ജനറേറ്റ് ചെയ്താൽ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ലെവലും കൂടെ ഡേനെ ബേസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി 15 മിനിറ്റ്സിലേക്ക് ഡൈവർജൻസ് ആക്കി നോക്കാം. പിന്നെ അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇവിടെ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ലെവലുകളെല്ലാം മാർക്ക് വെക്കുക. ഈ ലെവലുകൾ കണ്ടിന്യൂഷൻ മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ വരുന്ന ആഴ്ചകൾ ഈ ലെവലുകളൊക്കെ ഉപകാരപ്പെടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലെവലുകളൊക്കെ ഒന്നും അപ്രോക്സിമേറ്റ് ലെവലാണ് 25,640 എന്നുള്ള ഒരു ലെവല്, 25,669 എന്നുള്ള ലെവല്, അതേപോലെ 25,771 എന്നുള്ള ലെവല്, 25,817, 25,850 ഇതൊക്കെ ഹിഡൻ ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ലെവലുകളാണ്. അത് ഏത് രീതിയിൽ വരുമെന്നുള്ളത് അവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം അല്ലെങ്കിൽ എവിടെയൊക്കെ റിജക്ഷൻ ആവുന്നു വിത്ത് RSIയുടെ ഡൈവർജൻസ് ഒക്കെ നോക്കിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ എപ്പോഴാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്നു എന്നുള്ളത് ആദ്യമേ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു റെക്ടാങ്കിൾ ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ മാർക്കറ്റ് ഡൗണിലേക്കുള്ള ഒരു യാത്ര തുടങ്ങത്തുള്ളൂ. ഈ ഒരു ബോക്സിന് താഴത്തോട്ട്, അതായത് 25,480 അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 25,441 ഏരിയയിലേക്കോ 25,480
366 ഏരിയയിലേക്കോ മാർക്കറ്റ് ഡൗൺ ആവണം. നിൽക്കുന്ന ലെവല് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 25,640, 25,669 ലെവലിലേക്കൊക്കെ ഇത്രയും ലെവലൊക്കെ മൂവ് ചെയ്യുമെന്ന് അറിയില്ല. എന്നാലും ഹൈ വോളിയൊക്കെ ജനറേറ്റ് ചെയ്താൽ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലെവലുകളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. മാർക്കറ്റ് കണക്കും പ്രകാരം 27 പോയിന്റ് അപ്പായിട്ടുള്ളൂ. അത് വലിയൊരു അപ്പാണെന്നൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ, കാരണം ഇന്നലത്തെ പോലെ തന്നെ മാർക്കറ്റ് ആദ്യം ഒരു ലോ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. അപ്പോൾ അതിൻ്റെ ലോവിലേക്ക്, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ക്യാൻഡിൽ, അതായത് 9 ഈ ഒരു ക്യാൻഡിൽ, അതായത് വ്യാഴാഴ്ചത്തെ 1:45 ക്യാൻഡിൽ, ആ ഒരു ക്യാൻഡിലും ഒരു ഇത്തിരി വീക്കാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ വരുമെന്ന് നോക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകാം. അപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് 25,400 സി ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതേപോലെ 25,700 പി ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ മെജോറിറ്റി ആളുകളും വിചാരിക്കണം മാർക്കറ്റ് ഇത്ര പീക്കായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ പോയത് കാരണം അത് തിരിച്ച് താഴത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ലേ എന്ന് കോമൺ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് മെജോറിറ്റി. അതിന് പറയുന്ന പേരാണ് ഗ്യാമ്പിളിങ്. വരും വരാതിരിക്കുക സെക്കൻഡറി. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽ മാത്രമേ അങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യങ്ങളുള്ളൂ. ചുമ്മാ അങ്ങോട്ട് വരുമെന്നും പറഞ്ഞിട്ട് നമുക്കൊരു നേക്കഡ് ബൈയോ കാര്യങ്ങളൊന്നും എടുത്തു വെക്കാനായിട്ട് പറ്റത്തില്ല. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ട്രേഡ് ചെയ്താലാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 25,400 സ്ട്രൈക്കിൽ 234 താഴത്തോട്ട് മാർക്കറ്റ് ഡംപായി, അതായത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ആ ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ലെവലിന്, അതായത് 235 താഴെ ക്ലോസ് ചെയ്ത് 225 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ സി ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ. മാർക്കറ്റ് 275, 306, 330, 262, 386 മെജോറിറ്റി ടാർഗറ്റ് ലെവലായിട്ട് കാണുന്നത്. മിനിമം 21 പോയിന്റ്. അതെല്ലാ ദിവസത്തെയും എൻ്റെ ഫോക്കസ് മിനിമം 21 പോയിൻ്റാണ്. ഇതൊക്കെയാണ് സിയിൽ. അതായത് RSI ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ബട്ട് ഇന്നത്തെ കണ്ടീഷനിൽ അത് റെഡിലേക്ക് കയറണം. പിന്നെ അത് 0.5% കൂടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമാണ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ എൻട്രി എടുത്താലും സ്റ്റോപ്പ് ലോസ് ഞാൻ ടൈറ്റായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഈവൻ ഒരു 10 ട്രേഡിൽ നിന്ന് എടുത്താൽ ശരി, 10 ട്രേഡിൽ കൂടെ ഒരു 3-5 പോയിൻ്റോ വെച്ചിട്ട് ഒരു 5 എണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചാലും എനിക്കൊന്നും വിഷയമില്ല. കാരണം ഇന്ന് മാർക്കറ്റിൽ എന്താ പറയണ്ടേ, പറ്റിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കോമൺ ആയിട്ട് ആൾക്കാർ ചിന്തിക്കും, അതിന് ഓപ്പോസിറ്റ് പോവും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയണ്ടേ, എങ്ങനെ മാർക്കറ്റിനെ സമീപിക്കണം എന്ന് കൺഫ്യൂഷൻ ആക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ മാർക്കറ്റിൽ വരാനായിട്ട് സാഹചര്യങ്ങളുണ്ട്. അത് ഞാനങ്ങനെ വരുമെന്നല്ല പറയുന്നത്, അതൊരു മുൻകരുതൽ എടുത്തു വെക്കുന്നു മാത്രമേ ഉള്ളൂ. എപ്പോഴും ഞാൻ തീരുമാനിക്കുന്നത് ഒരു തീരുമാനം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കും. ശേഷം അതിനൊരു പ്ലാൻ ബിയും കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും. കാരണം ഇൻ കേസ് എടുക്കുന്ന 80% ട്രേഡുകൾ ലോസിലേക്ക് പോകുമെന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, അതിനൊരു മറുമരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രേഡുകളെല്ലാം സക്സസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലോസോ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻസോ വരുന്നു കഴിയുമ്പോൾ അതിനെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കൽ ഒരു ട്രേഡറെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നല്ലതല്ലേ എടുക്കുന്ന ട്രേഡെല്ലാം ഓപ്പോസിറ്റ് പോകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ശരിയാക്കി വെക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. നല്ല ട്രേഡാണെങ്കിൽ അതുവഴി അങ്ങ് പൊക്കോട്ടെ. പക്ഷെ മോശമാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം കൂടെ കണ്ടുവച്ചിട്ട് വേണം ഏതൊരു ഫീൽഡിലേക്കും ഏതൊരു ബിസിനസ്സിലേക്കും നമ്മൾ ഇറങ്ങുമ്പോഴും പണി കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടി നമ്മൾ അതപ്പതിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഒരു പ്ലാൻ ബിയും കൂടെ സെറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് മറ്റേ ഓപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് മിലിറ്ററിക്കാരൊക്കെ ചെയ്യും. എപ്പോഴും അവർക്കൊരു പ്ലാൻ ബി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഒരു ട്രേഡർക്കും ഒരു പ്ലാൻ ബി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇന്നത്തെ എല്ലാ ട്രേഡിലും പ്ലാൻ ബിയോട് കൂടി എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിയിലായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു ബോക്സിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ 284 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 274 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ഈ ഒരു ക്യാൻഡിലിലോ, അതാണ് എൻ്റെ മെയിൻ ഒരു കോൺസെൻട്രേഷൻ ഉള്ളത്. സിയിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും പിയിലേക്ക് ഈ 275 എന്നുള്ളൊരു ലെവല് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പ്ലാൻ ബി ആയിട്ട് കിടപ്പുണ്ട്.
RSI സിയിൽ ക്രോസ് ഓവർ ആയി എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും റീക്രോസ് ഓവർ ആവാം. അപ്പോൾ 275 സിയുടെ ആദ്യത്തെ റിജക്ഷൻ. അതിന് മേലോട്ട് പോയാൽ മാത്രമാണ് 306 പോകത്തുള്ളൂ. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ 275 പോയിട്ട് തിരിച്ച് താഴത്തോട്ട് ഫാൾ ആയാൽ മാത്രം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. സിയിൽ തന്നെയാണ് പോകുന്നത്. 306 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്തു. ഇനിയുള്ളത് 330. അതവിടെ നിൽക്കട്ടെ. എന്നാലും പിയിലേക്കുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. 212 മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ. 212 മുകളിലോട്ട് വന്നാൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തോ അല്ലാത്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 225 ഭാഗത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും. അതുവരെ അത് പ്ലാൻ ബി ആയിട്ട് വെച്ചുകൊണ്ടാണ് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് 330 സിയിൽ. RSI ഓൾറെഡി ഇപ്പം സിക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത്. അത് സസ്റ്റെയിൻ ചെയ്ത് പോകണം. മാർക്കറ്റ് 306 താഴെ ക്ലോസ് ആവാൻ പാടില്ല. 306 താഴെ മാർക്കറ്റ് ക്ലോസ് ആവാൻ പാടില്ല. 306 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ പിന്നെ പിയിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അല്ലാത്തടത്തോളം സി തന്നെയാണ്. RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് സിയിൽ തന്നെയാണ്. ക്വിക്കായിട്ടുള്ള എൻട്രി ഒന്നും കിട്ടിയില്ല. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സിയിലേക്കാണ് RSI നിൽക്കുന്നതെന്നുണ്ടെങ്കിലും പിയിലേക്കുള്ള ഒരു വലിവ് വരും എന്നാണ് മാക്സിമം വിശ്വസിക്കുന്നത്. ആദ്യത്തെ 15 മിനിറ്റ്സ് ഇന്ന്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഇന്നലത്തെ പോലെ ധൃതിയൊന്നും ഇന്ന് പിടിക്കുന്നില്ല. കാരണം പിയിൽ ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സിയിൽ വലിയ ലോങ് ഹോൾഡിങ് ചെയ്യാനായിട്ട് എനിക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ബി എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. സിയിൽ കിട്ടിയില്ല, ക്വിക്കായിട്ടുള്ള മൂവായിരുന്നു. അത് ന്യൂട്രൽ ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂ ലൈൻ്റെ അവിടെയാണ് വന്നിട്ട് ബ്രേക്ക് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നത്. പക്ഷെ അത് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്തതേ മേളിലാണ്. അപ്പോൾ അത് സാധാരണ ദിവസം ഫസ്റ്റ് എൻട്രി കിട്ടുന്ന പോലെ കിട്ടിയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഫോക്കസ് എന്തായാലും ഞാൻ പിയിലേക്ക് തന്നെ കൊടുക്കാനായിട്ടാണ് ആലോചിക്കുന്നത്. കാരണം ഈ ഒരു ക്യാൻഡിൽ ഗ്രീനോ അല്ലെങ്കിൽ 225 ഭാഗത്തേക്കോ തിരിച്ചു വലിഞ്ഞു വരുമ്പോൾ ആ മൂവ്മെൻറ്റ് എങ്ങനെ എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് RSI അനുകൂലമായി നിന്നിട്ടും ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാത്തതിൻ്റെ റീസൺ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് എപ്പോഴും ഒരു പ്ലാൻ എ ഉണ്ടെങ്കിലും ഒരു പ്ലാൻ ബി സെറ്റ് ചെയ്ത് ആ പ്ലാൻ ബിയുടെ ചാർട്ടും കൂടി ഇപ്പുറത്ത് ഇട്ട് വെച്ചുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നതിൻ്റെ റീസൺ, ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് ഒരു അപ്പിലേക്ക് പോയിട്ട് എന്തുകൊണ്ട് തിരിച്ച് താഴത്തോട്ട് വരുന്നു, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ഇവിടെ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വൈറ്റ് ഡോട്ടാണ്. ഞാനെപ്പോഴും പറയാറുണ്ട് ഈ ഒരു വൈറ്റ് ഡോട്ട് അത്ര നിസ്സാരക്കാരനല്ല, അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും. ഈ വൈറ്റ് ഡോട്ടും ഈ 287 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലേ ഈ ഡൗണിന് വാല്യൂ ഉള്ളൂ. നിലവിലത്തെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യട്ടെ, സിയിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാം. പക്ഷേ 287 താഴത്തോട്ട് വന്നാൽ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും. നേരെ മറിച്ച് നിലവിലുള്ള സി ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അടുത്ത പൊസിഷനിലേക്ക് ഞാൻ എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. ഞാൻ പിയിലേക്ക് ഓൾറെഡി കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. അതർവൈസ് ഇത് കയറിപ്പോയി കഴിഞ്ഞാൽ 225 മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ 210, 200 ഒരു 10 പോയിൻ്റാണ് ഞാൻ അതിൽ സ്റ്റോപ്പ് ലോസ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ആവറേജിങ് കൺസെപ്റ്റ് കാണാം. കാരണം ഇവിടെ എന്തുകൊണ്ട് 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഞാൻ മനസ്സിൽ കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ തിരിച്ച് താഴത്തോട്ട് അടിച്ചാൽ അത് നേരെ 193 ഇട്ട് അടിക്കും. ഈ ഒരു ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്. അപ്പോൾ അത് 10 പോയിൻ്റ് മനസ്സിൽ കാണുന്നുണ്ട്. അത് 212 മുകളിലോട്ടും കൂടെ ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടണം. 209 എടുത്തു. പിന്നെ റിസ്കി ഒരു ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 210, 200 സ്റ്റോപ്പ് ലോസ് വെക്കാം. 209 എടുത്തു, 9 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് 225. അതൊരു പ്ലാനെ. 225 അല്ല, അതിൻ്റെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ 226. ഇൻ കേസ് അത് 9 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എന്ത് ചെയ്യും? നിലവിലത്തെ സി ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 300 തൊട്ട് 305 310 എടുത്തിട്ട് ലോസ് റിക്കവർ ചെയ്യാം.
210 209 എൻട്രി എടുത്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് 200 ആ 200 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 194 എന്തായാലും ഫാളാവും. അങ്ങനെ ഫാളാവുകയാണെങ്കിൽ നിലവിലത്തെ സിയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ടെടുക്കാം? 310 3 എടുക്കാം. അപ്പോൾ ഇവിടുത്തെ 9 പോയിന്റ് സ്റ്റോപ്പ് ലോസിന് പകരം ഇവിടെ 10 പോയിന്റിൽ 3 30 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 9 പോയിന്റും പോയിട്ട് ബാക്കി 21 പോയിന്റ് എനിക്ക് ഇപ്പുറത്ത് കിട്ടും. പിന്നെ ഞാനിതെടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാ പേടിക്കണേ? ഞാൻ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ രാവിലോട്ട് ഫോക്കസ് ചെയ്യുന്നതേ 225 ഈ പിയുടെ ഹൈ ലെവലിലേക്കാണ്. 3 പോയിന്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് കയറി നിൽപ്പുണ്ട് 209 നിന്ന് 216 വരെ. അത് വിശ്വാസം അല്ലെങ്കിൽ ചാർട്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്. അതാണ് ക്യാൻഡിലുകളെ പറ്റി പഠിച്ചാൽ കിട്ടുന്ന അഡ്വാൻറ്റേജ്. കയറുമോ കയറാതിരിക്കുമോ എന്നുള്ള സെക്കൻഡറി. ചാർട്ട് നോക്കുന്നു, ചാർട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഒരു കൺഫർമേഷൻ മനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു, അതെടുക്കുന്നു, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്യുന്നു. പിന്നെ ഞാൻ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ സ്റ്റോപ്പ് ലോസ് അത് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ ബാക്കി അപ്പം ആലോചിക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് പ്ലാൻ ബി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് രാവിലെ പറഞ്ഞ ഏതൊരു ട്രേഡിനും ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. ഈ ക്യാൻഡിൽ വീക്കാണെന്ന് അറിഞ്ഞുകൊണ്ട്, അതായത് പിയുടെ ക്യാൻഡിൽ വീക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് താഴത്തോട്ട് വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓർഡർ എടുത്തിരിക്കുന്നതും 9 അല്ലെങ്കിൽ 10 പോയിന്റ് മനസ്സിൽ കണ്ടേക്കുന്നതും. അത് താഴത്തോട്ട് പോയാൽ തിരിച്ചിപ്പുറത്ത് പിടിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി തന്നെയാണ്. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് RSI നോക്കി മാത്രം ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് പ്രൈസ് ആക്ഷൻ വേണം, ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ വേണം. ഇപ്പോൾ ചില ആളുകൾ RSI മാത്രം നോക്കി ട്രേഡ് എടുക്കുമ്പോൾ എന്നോട് പറയും RSI ഓൾറെഡി അപ്പർ സൈഡിലേക്ക് ആയിരുന്നല്ലോ. അത് നമുക്കൊരു ട്രേഡ് എടുക്കുമ്പോൾ കൺഫർമേഷൻസ് കൂടുതൽ വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പ്രൈസ് ആക്ഷൻ, അതേപോലെ ക്യാൻഡിൽസ്, ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൺഫർമേഷൻസ് നോക്കി. അപ്പോൾ RSI ഇവിടെ താഴത്തോട്ട് വന്ന RSI ഇവിടെ റീകർവ് ആവുന്നുണ്ട്. അത് റീകർവ് ആവാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ക്യാൻഡിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസ്, സിയുടെ ക്യാൻഡിലിൽ ആദ്യം SMA ടച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ പിയുടെ ക്യാൻഡിലിൽ SMA ടച്ച് ചെയ്തിട്ടില്ല. രണ്ടും രണ്ട് ധ്രുവത്തിലാണ് നിൽക്കുന്നത്. അത് രണ്ടാമത്തെ കൺഫർമേഷൻ. ക്യാൻഡിൽ ഒന്നാമത്തെ കൺഫർമേഷൻ, SMA രണ്ടാമത്തെ കൺഫർമേഷൻ. ഇത്രയും കൺഫർമേഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ. ആ ഒരു കൺഫർമേഷൻസ് നോക്കി ടെക്നിക്കലി നോക്കിയിട്ട് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ട്രേഡ് എടുക്കുക. നമ്മുടെ കൺഫർമേഷൻസ് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ അപ്പം അതിനെപ്പറ്റി നോക്കാം. അല്ലാതെ ഗണിച്ചു നോക്കി മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഉറപ്പിച്ചിട്ട് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ട്രേഡർ സക്സസ് ആവില്ല. ജയവും തോൽവിയും പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസൊക്കെ ട്രേഡിങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രോഫിറ്റ് വരുന്ന ട്രേഡ് മാത്രമേ എടുക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് മനസ്സിൻ്റെ കളികളാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ തീരുമാനങ്ങളാണ് ഒരു ട്രേഡറെ എൻട്രി എടുപ്പിക്കണോ വേണ്ടയോ. കാരണം ഇവിടെ ലോസ് വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ മനസ്സിൽ പേടിയുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ക്യാൻഡിൽ വീക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ട്രേഡ് അവോയ്ഡ് ചെയ്യും, മാർക്കറ്റ് ടാർഗറ്റും ഹിറ്റ് ചെയ്യും. അപ്പോൾ ആലോചിക്കും, അയ്യോ ഞാനത് മിസ്സായി പോയല്ലോ, കുറ്റബോധമായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായി, ഞാനത് എടുത്തിരുന്നെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് ആയതിനുള്ള ചിന്തയായി. പിന്നെ എന്ത് ചെയ്യും? അടുത്ത ട്രേഡ് എത്രയും പെട്ടെന്ന് എടുത്ത് പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അനലൈസിങ് മറന്നുപോകും, ക്ഷമയുടെ കാര്യങ്ങളൊക്കെ മറന്നുപോകും. മാർക്കറ്റ് 227 ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബ്ലൂ ലൈൻ ടച്ച് ചെയ്തത് കൊണ്ടാണ് സി ഡൗൺ ആവാത്തത്. എന്തുകൊണ്ടാണ്? ഈ ഒരു പിൻബാർ ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് മാർക്കറ്റ് വന്ന് റിജക്ഷൻ ആയിട്ടുണ്ട്. ആ റിജക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ആ റിജക്ഷൻ ഇവിടെ കാണിച്ചപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റ് ഡോട്ടിൽ വന്നു. പരസ്പരം വൈറ്റ് ഡോട്ട് അല്ലെങ്കിലും ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ഇവിടെ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഈ ഒരു വിക്കിൽ ഹിറ്റ് ചെയ്യുക, അത് പരസ്പരം ടാലി ആവുക, എവിടെയെങ്കിലുമൊക്കെ ടാലി ആയാൽ മതി. അപ്പോൾ എഗെയിൻ ഇത് താഴത്തോട്ട് വന്ന് 262 265 ഈ ഒരു ബേസ്, ഈ ഒരു ക്യാൻഡലിൻ്റെ ഒരു ബേസ് ലെവലുണ്ട്, ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ബോഡി, ഈ രണ്ട് ക്യാൻഡലിൻ്റെ ഓപ്പൺ പ്രൈസ്, അതിനോട് ടാലി ആയിട്ടാണ് ഈ വൈറ്റ് ഡോട്ട്, അതേപോലെ 265 എന്നുള്ള ലെവലൊക്കെ വന്നിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടാണ്. ഇപ്പോൾ എത്ര പോയിൻ്റായി? 209 എന്ന് ചുമ്മാ കണക്കൂട്ടി നോക്കിയേ. 230 മാർക്കറ്റ് നിൽക്കുന്നത്. 230 മാർക്കറ്റ് നിൽക്കുന്നത്. 209.
21 പോയിന്റ് കറക്റ്റായിട്ടായിട്ടുണ്ട്. അപ്പോൾ 21 പോയിന്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം? 3 ലോട്ടാണോ 2 എണ്ണം കൊടുത്തേക്കുക. ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യുക. 2 എണ്ണമാണോ ഒരെണ്ണം കൊടുത്തേക്കുക. ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ 21 പോയിന്റിൽ ഒരു ലോട്ടിലാണെങ്കിൽ എത്ര രൂപ കിട്ടും? 21 പോയിന്റ് ഇൻറ്റു 75 1575 സ്വസ്ഥമായിട്ട് പോക്കറ്റിലാക്കുക. പിന്നെ എന്ത് ചെയ്യുക? അതങ്ങ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ രണ്ട് ലെവൽസാണ് ഉള്ളത്. അതായത് ഒന്ന് ഈ 265 ബ്രേക്ക് ചെയ്ത് സി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പി എവിടം വരെ പോകും? ഒന്നെങ്കിൽ 256 ഇല്ലെങ്കിൽ SMA. അപ്പോൾ RSI നോക്കി പോയവരാരായി? ചാർട്ടിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ട്രേഡ് ചെയ്തവരാരായി? 243 വരെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 243 മൈനസ് 209 എത്രയായി? 34 പോയിന്റ് ആയിട്ടുണ്ട്. 34 പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു ലോട്ടിൽ എത്രയായി? 2550 ആയിട്ടുണ്ട്. ഈ ബേസ് ഒരു റിജക്ഷനാണ്. ദേ ഇവിടെ കറക്റ്റായിട്ട് ബേസിൽ ടച്ച് ചെയ്തു, ഇവിടെ കറക്റ്റായിട്ട് SMAയുടെ ഭാഗത്ത് ടച്ച് ചെയ്തു. 256 മാർക്കറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലെവൽ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരസ്പരം കണക്ക് ടാലി ആയില്ലേ? ഞാൻ പറഞ്ഞ ഈ ഒരു ബേസ് കണ്ടോ, 257 മാർക്കറ്റ് എവിടെ ടച്ച് ചെയ്തിരിക്കണേ? 257.90 കറക്റ്റായിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ 261 60 എന്നുള്ളത് കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് ഇനിയും രണ്ടാമത് റീആഡ് ചെയ്യാം. അപ്പോൾ ചാർട്ടിൻ്റെ കണക്ക് ഗാംബ്ലിംഗ് അല്ല, ചാർട്ട് കണക്കാണെന്ന് കാണിച്ചു തരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ക്യാൻഡിൽ വീക്കാണ്, ഈ ഒരു ക്യാൻഡിലും വീക്കാണ്. പക്ഷേ മാർക്കറ്റ് എന്തുകൊണ്ട് തിരിച്ച് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴത്തോട്ട് വരും. അപ്പോൾ ഈ ഒരു ബേസ് ഇവിടെ ക്യാൻഡലിൻ്റെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ സപ്പോർട്ട് നല്ലൊരു സ്ട്രോങ് ബേസാണ്. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അതേപോലെ 260 എന്നുള്ള ലെവലുണ്ട്. ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് കറക്റ്റായിട്ട് ഇവിടെ ഈ ഒരു ബ്ലൂ ലൈൻ കറക്റ്റായിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി? ഈ 257 വളരെ സേഫ് ആയിട്ടുള്ളൊരു സോണാണ്. ആ സോൺ എഗെയിൻ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാനിനി എങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യും? 275 ഇട്ടുള്ള ഒരു കോൺസെൻട്രേഷനും കൂടെ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ക്യാൻഡിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തിരിച്ചു വന്നുകൊണ്ടിരിക്കണേ. ഇങ്ങനെയാണ് ക്യാൻഡിൽ നോക്കിയിട്ട് ഒരു ട്രേഡിങ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി RSIയും കാര്യങ്ങളൊക്കെ ഓൾറെഡി കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പോയിന്റ് ആയി കാണും? 209 എൻട്രി എടുത്തു. വളരെ ക്ലിയർ കട്ടായിട്ടുള്ള വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് എൻട്രി എടുത്തു. ഈവൻ 257 ആണ് ഒരു റിജക്ഷൻ പോയിന്റ് ഉണ്ടായിരുന്നത് ആദ്യത്തെ. അത് 250 കൊടുത്താലും എത്ര രൂപ കിട്ടും? 41 പോയിന്റ് ഇൻറ്റു 75 3075. പിന്നെ ആദ്യത്തെ ഒരു 21 പോയിന്റ് സിംഗിൾ ലോട്ടിൽ 21 പോയിന്റും കൂടെ കണക്കൂട്ടി കഴിഞ്ഞ് എത്ര കിട്ടും? സോറി, ഒന്നും കൂടെ പറയാം. 41 പ്ലസ് 21 62 ഇൻറ്റു 75 4650 പോരെ? ഇനി എപ്പോഴെങ്കിലും ഒരു 500 രൂപയുടെ മൂവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 5000 ആയില്ലേ? ലക്ഷങ്ങളും കോടികളും ഇട്ടിട്ടുള്ള ട്രേഡിംഗ് അല്ല പറയുന്നത്. ജസ്റ്റ് 2 ലോട്ട് എടുത്തിട്ടുള്ള കറക്റ്റ് ട്രേഡിംഗ് മണി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഞാനിവിടെ കൃത്യമായിട്ട് പറഞ്ഞത്. അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ ഓളിയം നോക്കിയിട്ടല്ല മാർക്കറ്റ് പോകാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. കാരണം ഇപ്പോൾ ഇവിടെ നിന്നൊരു ഗ്രീൻ ആയി എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് ഇവിടം വരെ പോകുന്നു വെച്ചിട്ട് ഇവിടെ എടുത്തു വെക്കാനായിട്ട് പറ്റില്ല. നേരെ കണ്ടോ, ഇവിടം വരെ നല്ല ഗ്രീൻ വന്നു, ഇതിൽ നല്ല രീതിയിൽ ബയ്യേഴ്സ് ഉണ്ട്. പക്ഷേ അടുത്ത ക്യാൻഡിൽ അത് ഓളിയം കൂടുതലാണെന്നും പറഞ്ഞ് ബൈ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് പോകും. അതിൻ്റെ റീസൺ പിയിൽ SMAയിലൊക്കെ മാർക്കറ്റ് ഇതുവരെയും ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതൊക്കെ കഴിയണം. 9:56 10 മണി 10:15 10:30 ആവും മാർക്കറ്റിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ നോക്കിയേ, ഈ ഗ്രീൻ വന്നു, നേരെ മറിച്ച് അടുത്ത റെഡിലേക്ക് പോകുന്നുണ്ടോ? ഇതാണ് ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ട്രാപ്പിംഗ് അവിടെ വന്നത്? അതിൻ്റെ റീസൺ ഈ ഒരു ക്യാൻഡിൽ ഡൗൺ ആയിട്ട് വന്നപ്പോൾ തിരിച്ച് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഈ ക്യാൻഡിൽ പറഞ്ഞേക്കണത് ഞാൻ താഴത്തോട്ട് പോയാലും തിരിച്ച് മുകളിലോട്ട് വരും. അതൊന്നാമത്തെ കൺഫർമേഷൻ. രണ്ടാമത്തത് SMA ഇതുവരെയും ടാലി ആയിട്ടില്ല. അത് രണ്ടാമത്തെ കൺഫർമേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവിടെ നിൽപ്പുണ്ട്.
അതിനുശേഷം മാത്രം പിന്നെ RSI പിയിലേക്ക് അനുകൂലമായിട്ട് 70ക്ക് മുകളിലാണ് നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 286ന് മുകളിൽ വരാതെ ഒരു കാരണവശാലും സിയിലേക്ക് സ്കാൽപ്പിങ്ങിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ട. ഒരു ഗ്രീൻ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഫിയർ ഓഫ് മിസ്സിംഗ് ഓർഡർ ഫോമോ ബാധിച്ചുകൊണ്ട് അവിടെ കയറി ഇനിയും ഇപ്പം ഈ ക്യാൻഡിൽ നല്ല വോളിയം ഉണ്ട്. അടുത്ത ക്യാൻഡിൽ എന്താ സംഭവിച്ചേ? അതേപോലെ തന്നെ റെഡ് ക്യാൻഡിൽ സംഭവിച്ചില്ലേ? പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പ്രൈസ് ആക്ഷനും അതേപോലെ ക്യാൻഡിൽ സ്റ്റിക്കും കൂടെ റീഡ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രിയും റെഡ് കണ്ടാൽ പേടിക്കാതെ നമുക്ക് കൺഫേം ആയിട്ട് കോൺഫിഡൻറ്റോടു കൂടി ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ബിൽഡായി വരത്തുള്ളൂ. ഒരു റെഡ് ഒരിക്കലും ഒരു ഡൗണിൻ്റെ തുടക്കമോ ഒരു ഗ്രീൻ ഒരിക്കലും ഒരു അപ്പിൻ്റെ തുടക്കമോ ആവില്ല. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റൺ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീ സ്പേസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് മാർക്കറ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമാണ് സ്ഥിരമായിട്ട് മാർക്കറ്റുകൾ റൈഡ് ചെയ്യുന്ന ലെവൽസുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറഞ്ഞത് ഈ SMA മുട്ടാതെ ഒരു പരിപാടികളും നടക്കില്ല. മാർക്കറ്റിൽ അടുത്ത ഡയറക്ഷൻ എന്തായാലും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി SMA ഓൾറെഡി മുട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് 293 300 ഭാഗത്തേക്ക് മാർക്കറ്റ് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ റീച്ചായി എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. കാരണം ആദ്യത്തെ ഒരു തവണ 205 ആദ്യത്തെ ഫസ്റ്റ് ടൈം മാർക്കറ്റ് 285 ബ്രേക്ക് ചെയ്തു. ആ ക്യാൻഡിൽ വീക്കായി. അതിനുശേഷം ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് വന്നു. RSI അപ്പർ സൈഡിലേക്ക് വന്നു. ഒരു തവണ കൂടെ 285 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 293 300 പിന്നെയുള്ള ലെവല് ഈ ഒരു ലെവലാണ്. അങ്ങോട്ട് എത്തും എന്നുള്ള കാര്യത്തിൽ അത്ര വലിയ പ്രതീക്ഷയില്ലെങ്കിലും 85 തൊട്ട് 93 തൊട്ട് 300 അതായത് 15 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് മൾട്ടിപ്പിൾ ലോട്ടിൽ കിട്ടിയാലും അവിടെയും ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഡൺ ആയിട്ടുണ്ട്. അപ്പം ക്യാൻഡിലുകൾ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് മൂവ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പിയിലേക്കുള്ള മൂവ്മെൻറ്റും കിട്ടി, സിയിലേക്കുള്ള മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിയിൽ 184 എന്ന ഭാഗത്തൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങോട് കൂടിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ആവറേജിങ് കൺസെപ്റ്റിൽ പി ഇവിടെ നിന്ന് എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ RSI ഒക്കെ ഇനി ഒരു താഴത്തോട്ട് ഇവിടെ നിന്ന് താഴത്തോട്ട് പോയി RSI റീക്രോസ് ഓവർ ആയാൽ മാത്രം ആവറേജിങ്ങിനെ പറ്റി ആലോചിക്കുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ ടാർഗറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ 201 222 239 350 275 ഇതൊക്കെയാണ് എൻ്റെ ടാർഗറ്റ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രി ലെവലെന്ന് പറഞ്ഞാൽ 184 ആണ് അതിൻ്റെ എൻട്രി ലെവലായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട് അവിടെ ആവറേജിങ് പ്ലാൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ RSI ഓൾറെഡി ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. അവിടെ ഒരു റീക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഈ റീക്രോസ് ഓവർ മേളിലോട്ട് കയറുമ്പോൾ മാത്രമാണ് ആവറേജിങ് കൺസെപ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കേസ് ഈ വന്നിരിക്കുന്ന റെഡ് ക്യാൻഡിൽ ഒരു വീക്ക് ക്യാൻഡിലാണ്. അത് താൽക്കാലികമായിട്ടുള്ള ഒരു അപ്പേ ഉള്ളൂ. ഞാനിത് എപ്പോൾ ആവറേജ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് സി ഈ ഒരു ലെവലിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതായത് 322 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ അവിടെ ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്. മൾട്ടിപ്പിൾ ലോട്ടിൽ ഈ 322 മുതൽ 342 വരെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ആ ഭാഗത്തെത്തുമ്പോൾ RSI റീക്രോസ് ഓവർ ആയാൽ ആ സമയത്തെ പിയിൽ ആവറേജിങ് ഞാൻ പ്ലാൻ ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് സ്റ്റിൽ ഹോൾഡിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ചുമ്മാ നമുക്ക് ചാടിക്കയറി ആവറേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓൾമോസ്റ്റ് രാവിലത്തെ മൂവ്മെൻറ്റ് അതേപോലെയുള്ള സിയിലെ മൂവ്മെൻറ്റ് ഇതൊക്കെ ഓൾമോസ്റ്റ് കിട്ടി ബോധിച്ചിരിക്കുന്നതാണ്. ഇനി ഇതാണ് ഒരു ആവറേജിങ് കൺസെപ്റ്റിലേക്ക് വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ഡയറക്ഷണൽ ട്രേഡാണ് ചെയ്തത്. ഇത് മാത്രമാണ് ഇപ്പോൾ ഒരു ആവറേജിങ് പൊസിഷനിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് 184 ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11 പോയിൻറ്റിൻ്റെ ഡൗണേ ഉള്ളൂ. സിംഗിൾ ലോട്ട് ആകുമ്പോൾ വലിയ വിഷയങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല. ഒന്നെങ്കിൽ ഇത് തിരിച്ചു കയറി മുകളിലോട്ട് പോകണം. അത് ഈ 222 ഭാഗത്തേക്കൊക്കെ വന്ന് അവസാനിക്കുമോ എന്നുള്ള കാര്യങ്ങൾ വൈകിട്ടത്തോടു കൂടി അറിയാനായിട്ട് പറ്റത്തുള്ളൂ.
ഇനി ഇതിൻ്റെ ആവറേജിങ് കൺസെപ്റ്റ് എപ്പോൾ നോക്കുന്നു എന്ന് വെച്ചാൽ സി 342 എത്തിക്കഴിഞ്ഞാൽ ആവറേജ് നോക്കത്തുള്ളൂ. അതിനിടക്ക് സിയിൽ എപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുമെന്ന് വെച്ചാൽ 322 മുതൽ 342 വരെയുള്ളൊരു മൂവ്മെൻറ്റ് എന്തെങ്കിലും കിട്ടിയാൽ അത് കോൺസെൻട്രേഷൻ മൾട്ടിപ്പിളിലോട്ട് ചെയ്തിട്ട് ശേഷം ഇവിടെ ആവറേജ് ചെയ്യത്തുള്ളൂ. ഇതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ പറഞ്ഞത് ഇവിടെ നിന്ന് ഡൗൺ താഴത്തേക്ക് പോകുക, അതിനോടൊപ്പം 322 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പോയി നിൽക്കുന്നത് 342-ലായിരിക്കും. അപ്പോൾ 342-ൽ എത്തുമ്പോൾ ഇവിടെ 3 ലോട്ട്, അതായത് 3 ലോട്ട് 342-ൽ പോയിട്ട് എക്സിറ്റ് ആവണം. എന്നിട്ട് ഇവിടെ ആവറേജ് ചെയ്ത് തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവരണം. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 3 ലോട്ടിൽ ഓൾമോസ്റ്റ് എൻട്രി ഉണ്ട്. അത് ഓൾമോസ്റ്റ് സ്റ്റിൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. മുന്നൂറ്റി 322, 333, 335, 337. അത് ഓൾമോസ്റ്റ് ബുക്ക് ചെയ്തു. കാരണം 332 ഈ ഒരു ഗ്രീൻ ലൈൻ അതായിരുന്നു ഒരു കൺസോളേഷൻ സോണായിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് RSI ഗ്രീനിലേക്ക് മുട്ടുന്നുണ്ട്. 337 വരെ അത് പോയിട്ടുള്ളൂ, 342-ലേക്ക് പോയില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 332 അല്ലെങ്കിൽ 334 എന്നുള്ളത് ഒരു റിജക്ഷൻ പോയിന്റ് ഉണ്ട്. ആ ഒരു കേസിലാണ് അവിടെ എക്സിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പം അതുകൊണ്ട് എന്താ ഗുണമുണ്ടായേ? നല്ല രീതിയിൽ ഗുണം ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്താ ഇവിടെ വീണ്ടും അത് റീ ആവറേജ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ഞാൻ ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം എന്താ ഗുണം കിട്ടിയത്? കറക്റ്റ് കണക്ക് പ്രകാരം എന്താ ഗുണം കിട്ടിയത്? 3 ലോട്ടിൽ സിയിൽ 3000 സംതിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 3000 കാൽക്കുലേറ്റ് ചെയ്താൽ മതി, കൂടുതലൊന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ആവറേജിങ്ങിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. അപ്പം എന്താ ഗുണം? 184 എടുത്ത ഒരു സ്ട്രൈക്ക്, 184 എടുത്ത സ്ട്രൈക്ക് ഇപ്പം നിൽക്കുന്നത് 160-ലാണ്. -160, 24 പോയിന്റ്. അതിൻ്റെ 75 രൂപ വെച്ചിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപയായി? 1800 രൂപ. മറ്റേതിൽ എത്ര രൂപ കിട്ടി? 3300 സംതിങ് കിട്ടിയിട്ടുണ്ട്. 3300 റൗണ്ട് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി 1500 പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ 12:48 2 മിനിറ്റ് കൂടെ ഉണ്ട്. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ ഞാൻ ആവറേജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അടുത്ത 1 മിനിറ്റ് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് താഴത്തോട്ട് ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ അത് ആവറേജിങ് കൺസെപ്റ്റിലേക്ക് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കണക്ക് കാണിച്ച് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത ടൈം ഫ്രെയിം ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്ത ടൈം ഫ്രെയിമിൽ ആദ്യമേ വന്നിരിക്കുന്നത് റെഡ് ആണ്. ഓക്കെ, അപ്പോൾ 162-ൽ ആവറേജ്, 162-ൽ 2 ലോട്ടിട്ട് ആവറേജ് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നതാണ് ഈ ഒരു ബ്ലൂ ലൈനിലേക്ക്. അപ്പോൾ 162-ൽ ആവറേജ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ആവറേജിങ് പ്രൈസ് എത്ര വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണക്ക് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ 180-ൽ എൻട്രി എടുത്തു. അതിനുശേഷം 2 ലോട്ട് ആവറേജ് ചെയ്തത് 162-ലാണ് 2 ലോട്ട് ആവറേജ് ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ ആവറേജിങ് ബൈ പ്രൈസ് വരുന്നത് 171 ആണ്. ഏകദേശം ഈ ഒരു 172, 171 ആണ് അതിൻ്റെ ആവറേജിങ് ബൈ പ്രൈസ്. അപ്പോൾ ആലോചിക്കണം, 184 എൻട്രി എടുത്തു, അത് താഴത്തോട്ട് പോകുവാണെങ്കിൽ ഓപ്പോസിറ്റ് 3 ലോട്ട് എടുത്തുകൊണ്ട് കുറച്ച് പോയിന്റുകൾ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അത് 3300-ൽ ലോക്ക് ചെയ്തു. 332 എന്നുള്ള ഭാഗത്തേക്ക് വന്നപ്പോൾ 3300-ൽ അത് ലോക്ക് ചെയ്തു. ദെൻ അപ്പം എന്താ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ 21 പോയിന്റ് ഇപ്പോൾ ഡൗൺ ആണ്. 161-ൽ നിന്ന് ഏകദേശം 184-ലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ 24 പോയിൻ്റാണ് ലോസ്.
ആ 24 പോയിന്റ് ലോസ് എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? 24 ഇൻറ്റു 75, 1800 ലോസ്. അപ്പം മറ്റേതിൽ കിട്ടിയ 3300 ഉണ്ടല്ലോ, ആ 3300 നിന്ന് ഈ 1800 കുറച്ച് കഴിഞ്ഞാൽ നിലവിൽ 1500 പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ 2 ലോട്ട് 162 ആവറേജ് ചെയ്തിട്ടുണ്ട്. ആ ആവറേജ് 2 ലോട്ട് ആവറേജ് ചെയ്ത് എവിടെ വെച്ചിട്ടാണ് എക്സിറ്റ് ചെയ്യേണ്ടത്? ഇൻ കേസ് മാർക്കറ്റ് 154 വന്നാൽ 6 പോയിന്റിൽ 2 ലോട്ട് ആവറേജ് ചെയ്തത് എക്സിറ്റ് ചെയ്യും. എന്നിട്ട് താഴത്തുനിന്ന് വീണ്ടും റീ ആവറേജ് ചെയ്യും. ഇൻ കേസ് RSI ഇപ്പോൾ സ്റ്റിൽ പിയിലേക്ക് ഡൈവർജൻസ് ആയി വന്ന് ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിന് ഉടനെ ഒന്നും എന്തായാലും ആവറേജ് അടുത്തത് ചെയ്യത്തില്ല. ഇതെന്തായാലും കറങ്ങിത്തിരിഞ്ഞ് മാർക്കറ്റ് എങ്ങോട്ട് പോകണം? SMA അല്ലെങ്കിൽ 171 പോയി കഴിഞ്ഞാൽ അത് കോസ്റ്റ് ടു കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാം. അപ്പം മൊത്തത്തിൽ എന്താ ഗുണം? മറ്റേതിൽ പോയ 1800 രൂപ ഇത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ആകുമ്പോഴത്തേക്കും മറ്റേത് ഓൾറെഡി നിലവിൽ 3000 രൂപ പ്രോഫിറ്റ് ആവും. ഇൻ കേസ് അത് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഈ ഒരു പ്ലേസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഈ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെ അത് ഹോൾഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ വരും? ഈ ഡൗണൊന്നും ഒരു ഡൗൺ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. റെഡ് ഒരിക്കലും ഒരു ഡൗണിൻ്റെ തുടക്കമൊന്നുമല്ല. അപ്പം ഞാനത് എവിടെയായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്? ആവറേജ് ചെയ്തത് കറക്റ്റ് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ 142 എത്തുമ്പോഴേ എനിക്കത് കോസ്റ്റ് ടു കോസ്റ്റ് ആവുള്ളൂ. അവിടെ കൊടുത്താലും ഇന്ന് പ്രോഫിറ്റ് കിട്ടി. ഈ ഒരു രാവിലത്തെ ട്രേഡല്ല, ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് തന്നെയാണ്. അതായത് 142 ഭാഗത്തേക്ക് എത്തുമ്പോഴേ കോസ്റ്റ് ടു കോസ്റ്റ് ആവത്തുള്ളൂ ഈ ഭാഗത്തേക്ക്. പിന്നെ എന്തിനാണ് പേടിക്കണേ? പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കണേ? അത് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലാഭം. ഇല്ലെങ്കിൽ ഈ ഒരു പിയുടെ ട്രേഡിലെടുത്ത ആവറേജിങ് കൺസെപ്റ്റ് പ്രോഫിറ്റബിൾ ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ അപ്പോഴും പ്രൊട്ടക്റ്റഡ് അല്ലേ? ഇങ്ങനെയും ട്രേഡ് ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം വേറൊന്നും അല്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡുകളും സക്സസ് ആവണമെന്നില്ല. ഇൻ കേസ് ടെക്നിക്കലി RSIയുടെ ക്രോസ് ഓവർ നോക്കി അത് വീണ്ടും 2 തവണ റീക്രോസ് ഓവറായി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ എങ്ങനെ ലോസിനെ അതിജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സേഫായിട്ട് ആ ഡേ എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിസ്റ്റം പ്രത്യേകിച്ച് കാണിച്ചതിൻ്റെ ഉദ്ദേശം. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ ഒരു ചാർട്ടാട്ടോ. ഈ ഒരു ചാർട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് കോസ്റ്റ് ടു കോസ്റ്റ് ലെവൽ അവിടെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് 172. ഈ ലെവലിലേക്ക് വരുമ്പോൾ ഇത് കോസ്റ്റ് ടു കോസ്റ്റ് ആട്ടോ. കാരണം RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് കയറി നിൽക്കുന്നത്. അത് 50% ബ്രേക്ക് ചെയ്ത് റെഡിലേക്കൊക്കെ പോയി വരുമ്പോഴേ അത് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റ് ഉള്ളൂ. ഒന്നെങ്കിൽ 142 മൊത്തത്തിൽ കൊടുത്തിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ വൈകിട്ട് കുറച്ച് ലാഭത്തോടു കൂടി സുഖമായിട്ട് ഇന്നത്തെ വീക്ക് അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് എന്തായി? 167 ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 5 പോയിന്റ് കൂടെ കയറി കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് അല്ലേ, എങ്കിലും 3000 രൂപ പ്രോഫിറ്റ് അല്ലേ. ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് വരുമ്പോൾ ആ ഒരു ട്രേഡ്, ഇപ്പോൾ 2 രീതിയിൽ ട്രേഡിനെ കാണുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്, ഇപ്പോൾ 172 ആവറേജിങ് പ്രൈസ് കറക്റ്റായിട്ട് 172 യെല്ലോ ലൈൻ വന്ന് നിൽപ്പുണ്ട്. ഈ പ്രീവിയസ് ക്യാൻഡിലെ ഹൈ ഒക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ആവറേജിങ് പ്രൈസും ക്യാൻഡിൽസും ലെവൽസുകളെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കറക്റ്റാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് എടുക്കുന്ന എൻട്രീസ് അല്ലെങ്കിൽ ആവറേജ് ചെയ്യുന്ന പൊസിഷൻസ് ഒക്കെ അക്യുറേറ്റ് ആണെന്ന് കാണിക്കുന്നതുകൊണ്ടാണ് ഈ ലെവലുകളൊക്കെ ഓൾമോസ്റ്റ് പ്രൈസ് ആക്ഷൻ ഒരു രീതികളിൽ തന്നെ ഈ ലെവലുകൾ വരുന്നത്. ഇപ്പോൾ നോർമലായിട്ട് ചിന്തിക്കുക, ഇപ്പോൾ ആവറേജ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ 172 വേണമെങ്കിൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ സിയിൽ 3 ലോട്ട് എടുത്തതിൻ്റെ 3300 പ്രോഫിറ്റ്, അല്ലെങ്കിൽ 2 ലോട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ വീണ്ടും 1 ലോട്ടിൽ ഒന്നേന്ന് തുടങ്ങാം. അത് വേണ്ട, 180 കൊടുത്തു കഴിഞ്ഞാൽ 24 പോയിന്റ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു RSI ക്രോസ് ഓവർ ആവുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. ഏത് രീതിയിൽ അത് ഉൾക്കൊള്ളണം എന്നുള്ളത് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ഞാൻ അവിടുത്തെ ബ്ലൂ ലൈൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഞാനവിടെ ലെവൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ഹിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഇതേ 170 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്.
അതിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് സേഫായിട്ടുള്ള നിങ്ങളുടെ ക്യാരക്ടറിന് ആപ്റ്റാവുന്ന മൈൻഡ് സെറ്റ് ഏതാണോ അതനുസരിച്ചിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. SMA കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് 170 1.60 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 170 1.50 SMAയിൽ മുട്ടിയപ്പോഴത്തേക്കും സുഖമായിട്ട് എക്സിറ്റ് ചെയ്യാം. അതൊരു സേഫ് സോണാണ്. അങ്ങനെ പല രീതിയിൽ അവിടെ പല പല കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടും അവർക്ക് ഏതാണ് ആപ്റ്റ് എന്നുള്ളത് അവരവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയണമെന്ന് വെച്ചാൽ ചില ആളുകൾ ലോസ് കാണുമ്പോൾ പേടിയാവും. ചില ആളുകൾ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയി എന്നുള്ള സന്തോഷം ഉണ്ടാവും. ചില ആളുകൾ പറയും അയ്യോ എനിക്കത് കുഴപ്പമില്ല, ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്, ഇപ്പോൾ ഉള്ള പ്രോഫിറ്റിൽ നിന്ന് ഒരു 50% കളയാൻ ഞാൻ തയ്യാറാണ്, ഹോൾഡ് ചെയ്യാം. അതായത് വ്യത്യസ്ത രീതിയിൽ ട്രേഡ് ചെയ്യുന്ന വ്യത്യസ്ത മൈൻഡുള്ള ആളുകൾക്ക് ഏത് ആപ്റ്റാവും, അതായത് 3 പേരും ചിന്തിക്കുന്ന രീതിയിൽ ഞാനൊരു ട്രേഡ് ചിന്തിച്ച് ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതോടൊപ്പം രാവിലെ പറഞ്ഞൊരു കേസുണ്ട്. അതായത് രാവിലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എപ്പോഴും ഒരു പ്ലാൻ എ ഉണ്ടെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം. എങ്കിലേ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഏതൊരു ട്രേഡും 80% പെട്ടുപോകും എന്നുള്ള കൺഫർമേഷനോട് കൂടി എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഊരിക്കൊണ്ടുവരാം പ്ലാൻ ബിയോട് കൂടി എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഈ എൻ്റയർ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എങ്ങനെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്ങനെ അതിനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് രാവിലെ തൊട്ടുള്ള ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സേഫ് സോണിൽ എങ്ങനെ മാറണം, എപ്പോൾ അടുത്ത എൻട്രി പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ 174 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഇനി കൺസോളിഡേഷനാണ്. ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് എന്തായാലും പോകാനായിട്ടില്ല. അപ്പോൾ ഉള്ള പ്രോഫിറ്റിൽ തൃപ്തിയായിട്ട് ഇന്നത്തെ പരിപാടി ഇവിടെ താൽക്കാലികമായിട്ട് ഒതുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് മൂവ് ചെയ്യില്ല. അപ്പോൾ ഓക്കെ, ബാക്കി പറയാനുള്ളത് പുറകെ പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.